നമസ്കാരം, റിയൽ ന്യൂസ്. ബാലുശ്ശേരിയുടെ അഭിമാനമായി മാറി VT സൂരജിന്റെ വിജയം. സിറ്റിംഗ് MLA KM സച്ചിൻ ദേവിനെ 16,280 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഈ യുവ പോരാളി കേരള നിയമസഭയിലേക്ക് യാത്രയാകുന്നത്. അക്ഷരാർത്ഥത്തിൽ LDFന് ഞെട്ടലുണ്ടാക്കിയ വിജയമാണ് സൂരജിൻ്റേത്. ഹൃദ്യമായ സ്വീകരണമാണ് നാട്ടുകാർ സൂരജിനായി ഒരുക്കിയത്. ബാലുശ്ശേരി എന്ന ഇടതുകോട്ടയുടെ മുകളിൽ ത്രിവർണ്ണ പതാക പാറിച്ചാണ് VT സൂരജ് നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്നത്. സിറ്റിംഗ് MLA KM സച്ചിൻ ദേവിനെ 16,280 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഈ യുവ പോരാളി കേരള നിയമസഭയിലേക്ക് യാത്രയാകുന്നത്. യുവത്വത്തിൻ്റെ ആവേശവും പെരുമാറ്റത്തിൽ പക്വതയും ആവോളം സൂക്ഷിക്കുന്ന സൂരജിനെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടാണ് ബാലുശ്ശേരിയിലെ ആബാലവൃദ്ധം ജനതയും ഹൃദയത്തിലേറ്റിയത്. സൂരജിനൊപ്പം സൂപ്പറാകും ബാലുശ്ശേരി എന്ന ടാഗ് ലൈനിലായിരുന്നു സൂരജിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. ഇത് ക്ലിക്കാവുകയും ചെയ്തു. ബാലുശ്ശേരിയിലെ UDF നേതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണയും യുവാക്കളുടെ സാന്നിധ്യവും MK രാഘവൻ MP യുടെ വാത്സല്യവും ഷാഫി പറമ്പിലിൻ്റെ പിന്തുണയും VD സതീശൻ്റെ കടന്നുവരവും എല്ലാം ചേർന്നപ്പോൾ ഇടതുകോട്ട അടപടലം തകർന്നടിയുകയായിരുന്നു. ഒപ്പം ദേശീയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മിന്നൽ സാന്നിധ്യവും സൂരജിനെ കരുത്തനും ജനകീയനുമാക്കി മാറ്റുകയും ചെയ്തു. ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിന് കീഴിലെ 9 പഞ്ചായത്തുകളിലും സൂരജിനായി വോട്ടുകൾ പെയ്തിറങ്ങി. ഇതിൽ കൂരാച്ചുണ്ട്, ഉണ്ണികുളം, നടുവണ്ണൂർ, ബാലുശ്ശേരി പഞ്ചായത്തുകൾ വോട്ടുകൾ വാരിക്കോരി നൽകുകയും ചെയ്തു. വോട്ടെണ്ണലിനിടെ ഒരു തവണ പോലും സൂരജ് പുറകോട്ട് പോയില്ല. ഉച്ചയാകുമ്പോഴേക്കും VT സൂരജ് ബാലുശ്ശേരിയുടെ നിയുക്ത MLA ആയി മാറുകയും ചെയ്തു. വൈകിട്ട് ആവേശക്കടലായി മാറിയ സ്വീകരണമാണ് സൂരജിന് ലഭിച്ചത്. രാധാകൃഷ്ണുള്ളൂർ, റിയൽ ന്യൂസ്.